മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വിവിപാറ്റ് യന്ത്രങ്ങളുടെയും ഒന്നാംഘട്ട റാൻഡമൈസേഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികൾക്കും സമ്മതിദായകർക്കും കൃത്യമായ വിവരങ്ങളും സഹായവും നൽകിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഒരുങ്ങി. തവനൂരിൽ വിജയം ഉറപ്പെന്ന UDF സ്ഥാനാർത്ഥി VS ജോയ് നിലമ്പൂരിലെ ആര്യടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തി ഭാര്യ PV മറിയമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു ജോയ്. ചാലിയാർ പഞ്ചായത്തിലെ മതിൽമൂല ആഢ്യൻപാറ ഭാഗത്തു നിന്നും വ്യാജ ചാരായം മാറ്റുന്നതിനുള്ള വാഷ് കണ്ടെടുത്തു. വ്യാജ ചാരായം നിർമ്മിക്കാൻ സൂക്ഷിച്ചിരുന്ന 215 ലിറ്റർ വാഷാണ് കണ്ടെടുത്ത് നശിപ്പിച്ചത്. അസഹിഷ്ണുതയും ആക്രമണങ്ങളും യുദ്ധങ്ങളും വരെ കൊടുമ്പിരിക്കൊള്ളുന്ന വർത്തമാനകാലത്ത് നോമ്പ് നൽകുന്ന സഹനവും സമഭാവനയും ലോകം മാതൃകയാക്കണമെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വിവിപാറ്റ് യന്ത്രങ്ങളുടെയും ഒന്നാംഘട്ട റാൻഡമൈസേഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. EVM മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ മുഖേനയാണ് ഓരോ നിയോജക മണ്ഡലത്തിലേക്കുമുള്ള യന്ത്രങ്ങൾ തിരഞ്ഞെടുത്തത്. 16 മണ്ഡലങ്ങളിലേക്കായി 4345 വീതം ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, 4713 വിവിപാറ്റ് എന്നിവ ആദ്യഘട്ടത്തിൽ അനുവദിച്ചു. ഇവയിൽ നിന്നും ഓരോ ബൂത്തിലേക്കുമുള്ള യന്ത്രങ്ങൾ രണ്ടാം ഘട്ട റാൻഡമൈസേഷനിൽ നിർണ്ണയിക്കും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും സാന്നിധ്യത്തിലാണ് റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികൾക്കും സമ്മതിദായകർക്കും കൃത്യമായ വിവരങ്ങളും സഹായവും നൽകിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഒരുങ്ങി. സുവിധ പോർട്ടൽ, എൻകോർ, CVGIL, സക്ഷം എന്നിങ്ങനെയുള്ള ഈ ആപ്ലിക്കേഷനുകൾക്കൊപ്പം തന്നെ ഇവയുടെ വെബ് പോർട്ടലുകളും ഉപയോഗപ്പെടുത്താം. സുവിധ പോർട്ടൽ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണിത്. സ്ഥാനാർത്ഥികൾക്ക് ഓൺലൈനായി നാമനിർദ്ദേശം കൊടുക്കുവാനും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉച്ചഭാഷിണി ഉപയോഗം, റാലി നടത്തൽ എന്നിവയ്ക്ക് അനുമതി തേടുവാനും സുവിധ പോർട്ടൽ ഉപയോഗപ്പെടുത്താം. എൻകോർ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകേണ്ട എല്ലാ പ്രക്രിയകളും, നാമനിർദ്ദേശം, സൂക്ഷ്മ പരിശോധന, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം എന്നിവ ഉൾപ്പെടുത്തിയ ആപ്ലിക്കേഷനാണിത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം റിട്ടേണിംഗ് ഓഫീസർമാർ പ്രസിദ്ധീകരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ അവർക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നേരിട്ട് കാണാം. CVGIL പൊതുജനങ്ങളിൽ നിന്നും പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണിത്. CVGIL ആപ്പ് വഴി ലഭിക്കുന്ന പരാതികൾ കൺട്രോൾ റൂമിൽ നിന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമിതരായ വിവിധ സ്ക്വാഡുകൾക്ക് കൈമാറും. ഈ സ്ക്വാഡുകളാണ് പരാതികൾ പരിഹരിക്കുന്നത്. പരാതികൾക്ക് 100 മിനിറ്റിനകം പരിഹാരം കാണുന്ന രീതിയിലാണ് ആപ്പ് പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സംസ്ഥാനതല ടോൾ ഫ്രീ നമ്പറായ 1950 കൂടാതെ മലപ്പുറം ജില്ലാ കൺട്രോൾ റൂമിലെ 0483 2735 400 എന്ന നമ്പറിലും അറിയിക്കാം. സക്ഷം ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യമാക്കുക എന്നതാണ് സക്ഷം ആപ്പിന്റെ ലക്ഷ്യം. വോട്ടർമാർക്ക് പേര് ചേർക്കുവാനും പോളിംഗ് ബൂത്തിൽ വീൽചെയർ സൗകര്യം ആവശ്യപ്പെടുവാനും പ്രായമായവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നതിനായി അപേക്ഷിക്കുവാനും വോട്ടർമാർക്ക് പോളിംഗ് ബൂത്ത് എവിടെയാണെന്നുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മനസ്സിലാക്കുവാനും ഈ ആപ്പ് ഉപയോഗപ്പെടുത്താം. തവനൂരിൽ വിജയം ഉറപ്പെന്ന് UDF സ്ഥാനാർത്ഥി VS ജോയ് നിലമ്പൂരിലെ ആര്യടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തി ഭാര്യ PV മറിയമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു ജോയ്. തവനൂർ മാത്രമല്ല, കേരളം മുഴുവൻ പിടിക്കാനുള്ള വലിയൊരു പോരാട്ടമാണ്. കേരളത്തിൽ 10 വർഷക്കാലത്തെ പിണറായി ഭരണത്തിന്റെ ദുരിതം പേറുന്ന ജനങ്ങൾക്ക് ഒരു പുതുയുഗം സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ വന്നു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ 16 സീറ്റിലെ സ്ഥാനാർത്ഥികളായി 16 വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം മലപ്പുറത്ത് UDF വളരെ മുൻകൂട്ടി ആരംഭിച്ചതാണ്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ
മലപ്പുറം 100% വിജയം. അത് ആര് സ്ഥാനാർത്ഥിയായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റത്തിന്റെ തുടർച്ചയുണ്ടാവും. ഞാൻ തവനൂരിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ കുഞ്ഞാത്തെ ഒന്ന് കണ്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 10 വർഷത്തെ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധിയാണ് ഏപ്രിൽ 9 ഉണ്ടാവുക. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും UDF വിജയിക്കും. തവനൂരിൽ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയം ഇക്കുറിയും ആവർത്തിക്കും. ജില്ലയിൽ 16 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചതായും VS ജോയ് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തിയ VS ജോയിയെ കുടുംബാംഗങ്ങൾ സ്വീകരിച്ചു. PV മറിയുമ്മയുമായി 10 മിനിറ്റോളം നടത്തിയ സൗഹൃദ സംഭാഷണത്തിന് ശേഷമാണ് ജോയ് തവനൂരിലേക്ക് തിരിച്ചത്. രാവിലെ എടക്കര, ചുങ്കത്തറ എന്നിവിടങ്ങളിലെത്തി നേതാക്കളെ കണ്ടിരുന്നു. ചുങ്കത്തറയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെയും കണ്ട് സംസാരിച്ചിരുന്നു. ചാലിയാർ പഞ്ചായത്തിലെ മതിൽമൂല ആഢ്യൻപാറ ഭാഗത്തു നിന്നും വ്യാജചാരായം വാറ്റുന്നതിനുള്ള വാഷ് കണ്ടെടുത്തു. വ്യാജചാരായം നിർമ്മിക്കാൻ സൂക്ഷിച്ചിരുന്ന 215 ലിറ്റർ വാഷാണ് കണ്ടെടുത്ത് നശിപ്പിച്ചത്. കാഞ്ഞിരപ്പുഴയുടെ 200 മീറ്റർ മുകൾ ഭാഗത്ത് പുഴയുടെ ഇടത്തെ കരയിൽ വെച്ചാണ് ഉടമസ്ഥനില്ലാത്ത നിലയിൽ 215 ലിറ്റർ വാഷ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറും സംഘവും കണ്ടെടുത്തത്. ഇത് സംബന്ധിച്ച് എക്സൈസ് വകുപ്പ് കേസെടുത്തു. കേസിന്റെ തുടർ നടപടികൾക്കും അന്വേഷണങ്ങൾക്കുമായി കേസ് രേഖകളും തൊണ്ടിമുതലുകളും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന് കൈമാറി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും കൂടി പുറത്തുവന്നതോടെ നിലമ്പൂർ മേഖലയിൽ വീണ്ടും വ്യാജചാരായ നിർമ്മാണം സജീവമായിരിക്കുകയാണ്. പുഴയോരങ്ങൾ, വനമേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നാടൻ ചാരായ നിർമ്മാണം. അസഹിഷ്ണുതയും ആക്രമണങ്ങളും യുദ്ധങ്ങളും വരെ കൊടുമ്പിരിക്കൊള്ളുന്ന വർത്തമാനകാലത്ത് നോമ്പ് നൽകുന്ന സഹനവും സമഭാവനയും ലോകം മാതൃകയാക്കണമെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. അമൽ റമദാൻ വേദിയിൽ വിവിധ പരിപാടികളുടെ സമാപനവും പ്രത്യേക ഈദ് ഇശൽ പരിപാടിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോളേജ് മാനേജർ PV അലി മുബാറക് അധ്യക്ഷനായി. സുല്ല മുസല്ലാം സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജാബിർ അമാനി മുഖ്യ സന്ദേശം നൽകി. അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, ഡോക്ടർ CH അലി ജാഫർ, വാർഡ് മെമ്പർ ബഷീർ കാട്ടുമുണ്ട, നാലകത്ത് ബീരാൻകുട്ടി, VK അബ്ദുൽ ഖാദർ, ഡോക്ടർ T ഷമീർ ബാബു, ഡോക്ടർ PM അബ്ദുൽ സാഖീർ, ഡോക്ടർ N ഷിഹാബുദ്ദീൻ, ഡോക്ടർ PT സഫ്വാൻ, ഡോക്ടർ P സാജിദ, ഡോക്ടർ KP ഷഹല, TP അഹമ്മദ് സലീം, യൂണിയൻ ചെയർമാൻ ഷാമിൽ, P ബിൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുന്നാൾ പാട്ടുകളെ കോർത്തിണക്കി അമൽ ഈദും സംഘടിപ്പിച്ചു. കോട്ടക്കുന്നിലെത്തുന്ന സഞ്ചാരികൾക്ക് സാഹസികതയും വിനോദവും പകരുന്ന പുതിയ ഡോം തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചു. നവീന സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ S അനിൽകുമാർ സഞ്ചാരികൾക്ക് തുറന്നു നൽകി. നവീകരിച്ച സൈക്കിൾ ട്രാക്കും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്തു. കോട്ടക്കുന്ന് പാർക്കിൽ മഴ വീടിന് സമീപത്താണ് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനിൽ 3D ഗ്ലാസുകൾ ഇല്ലാതെ തന്നെ ത്രസിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണാനാകും. പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു സിനിമകൾ കണ്ട് ആസ്വദിക്കുവാൻ കഴിയുന്ന വിധം ഒരേ സമയം 20 പേർക്ക് വരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജയ്സൽ മാളിയേക്കൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും. നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ യൂത്ത് വിംഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് നിലമ്പൂർ സ്വദേശിയായ ജയ്സൽ. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും സാമൂഹ്യശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് ചുങ്കത്തറ മാർത്തോമ കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. കായിക മേഖലയിൽ സജീവമായതിനു ശേഷം നിരവധി അസോസിയേഷനുകളിൽ ഭാരവാഹിത്വം വഹിച്ചു വരുന്നു. സ്വന്തമായി സ്കേറ്റിംഗ് ക്ലബ്ബ് നടത്തുന്നു. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി പാർട്ടി അംഗത്വം നേടി. നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റു. തുടർന്ന് യുവജന വിഭാഗം മലപ്പുറം ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരവെയാണ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. നാഷണൽ കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഭാര്യ സഫീന ജയ്സൽ ഫറൂഖ് കോളേജിൽ കൊമേഴ്സ് വിഭാഗത്തിൽ റിസർച്ച് ഫെലോയാണ്. മക്കൾ ഇഷാൽ, ഫാത്തിമ, എസ്ലിൻ ആയത്. പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നിലമ്പൂർ തേക്ക് മ്യൂസിയം വരുന്ന തിങ്കളാഴ്ച സഞ്ചാരികൾക്കായി തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സാധാരണയായി തിങ്കളാഴ്ചകളിൽ മ്യൂസിയത്തിന് അവധി നൽകാറുണ്ടെങ്കിലും പെരുന്നാൾ അവധി പ്രമാണിച്ച് എത്തുന്ന സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്താണ് ഈ പ്രത്യേക തീരുമാനം. സാധാരണയായി തിങ്കളാഴ്ചകളിൽ മ്യൂസിയത്തിന് അവധി നൽകാറുണ്ടെങ്കിലും പെരുന്നാൾ അവധി പ്രമാണിച്ചെത്തുന്ന സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്താണ് ഈ പ്രത്യേക തീരുമാനം. നിലമ്പൂർ ഊട്ടി റോഡിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തേക്ക് മ്യൂസിയത്തിലേക്ക് പെരുന്നാൾ ദിനങ്ങളിൽ വലിയ തോതിൽ സഞ്ചാരികൾ എത്തുവാൻ സാധ്യതയുണ്ട്.
കോംപ്ലക്സുകളിലെ ബയോഡൈവേഴ്സിറ്റി പാർക്കും മറ്റ് കാഴ്ചകളും ആസ്വദിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ മ്യൂസിയം അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.